بسم الله الرحمن الرحيم. يا أيها النبي اتق الله ولا تطع الكافرين والمنافقين إن الله كان عليما حكيما واتبع ما يوحى إليك من ربك إن الله كان بما تعملون خبيرا وتوكل على الله وكفى بالله وكيلا ما جعل الله لرجل من قلبين في جوفه وما جعل أزواجكم اللائي تظاهرون منهن أمهاتكم وما جعل أدعياءكم أبناءكم ذلكم قولكم بأفواهكم والله يقول الحق وهو يهدي السبيل ادعوهم لآبائهم هو أقسط عند الله فإن لم تعلموا آباءهم فإخوانكم في الدين ومواليكم وليس عليكم جناح فيما أخطأتم به ولكن ما تعمدت قلوبكم وكان الله غفورا رحيما. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1431 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 33-ാമത്തെ അധ്യായമായ സൂറത്തുൽ അഹ്സാബിൻ്റെ ആമുഖം 4-ാം ദിവസമാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها النبي اتق الله ولا تطع الكافرين والمنافقين إن الله كان عليما حكيما واتبع ما يوحى إليك من ربك إن الله كان بما تعملون خبيرا وتوكل على الله وكفى بالله وكيلا ما جعل الله لرجل من قلبين في جوفه وما جعل أزواجكم اللائي تظاهرون منهن أمهاتكم وما جعل أدعياءكم أبناءكم ذلكم قولكم بأفواهكم والله يقول الحق وهو يهدي السبيل ادعوهم لآبائهم هو أقسط عند الله فإن لم تعلموا آباءهم فإخوانكم في الدين ومواليكم وليس عليكم جناح فيما أخطأتم به ولكن ما تعمدت قلوبكم وكان الله غفورا رحيما. الله العلي العظيم. സൂറത്തുൽ അഹ്സാബിന്റെ പഠനത്തിലാണ് നമ്മളുള്ളത്. ആദ്യത്തെ 5 ആയത്തുകൾ വീണ്ടും ഓതി കേൾപ്പിച്ചതാണ്. സൂറത്തുൽ അഹ്സാബിന്റെ പശ്ചാത്തലവും അതിന്റെ പ്രതിപാദ്യ വിഷയങ്ങളും ഒക്കെയാണ് നമ്മൾ പഠനവിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ചരിത്ര പശ്ചാത്തലവും അതുപോലെ അഹ്സാബ് യുദ്ധം
എന്ന ആ സംഭവം അതിന്റെ വിശദാംശങ്ങളോടെയും ഒക്കെ ഉൾക്കൊള്ളുകയുണ്ടായി. വിശദമായിട്ട് നമ്മൾ അവയൊക്കെ ചർച്ച ചെയ്തു. കൂടുതൽ വിശദാംശങ്ങൾ ഇനിയും നമ്മൾ അത് സംബന്ധമായിട്ട് മനസ്സിലാക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് അത് ആയത്തുകൾ പഠന വിധേയമാക്കുന്നതിന്റെ ഭാഗമായിട്ട് ആ കാര്യങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരാമെന്നാണ് വിചാരിക്കുന്നത്. ഈ അഹ്സാബ് യുദ്ധത്തിന്റെ അത് ഒരുക്കങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. വലിയ ഭീതി ജനിപ്പിച്ചുകൊണ്ടുള്ള ഒരു സാഹചര്യമുണ്ടായി. അതിനെ നയപരമായി യുദ്ധതന്ത്രം ഫലപ്രദമായി പ്രയോഗിച്ച് ഒരു ഏറ്റുമുട്ടൽ ഇല്ലാതെ തന്നെ കൈകാര്യം ചെയ്യപ്പെടുകയാണ് ഉണ്ടായത് എന്നത് നമ്മൾ മനസ്സിലാക്കി. വിവിധ തലങ്ങളിലായിട്ടുള്ള ദൈവിക സഹായം ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ കണ്ടു പല ഘട്ടങ്ങളിലായിട്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സംഗതി, ശ്രദ്ധേയമായ പലതും ഉണ്ട്, അതില് നമ്മൾ ഇന്നലെ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ. ഒന്ന്, സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ ഈ യുദ്ധതന്ത്രം എന്നുള്ള നിലക്ക് കിടങ്ങുണ്ടാക്കാനുള്ള നിർദ്ദേശം. മറ്റൊന്ന്, നഈം ഇബ്നു മസ്ഊദ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഗത്ഫാൻ ഗോത്രക്കാരുടെ ഒരു ഉപവിഭാഗമായ അസ്ജർ ഗോത്രത്തിൽപ്പെട്ട ആളുടെ ഇസ്ലാം ആശ്ലേഷണവും അതിനെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം ഇസ്ലാമിന്റെ ശത്രുക്കൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കാൻ, പിളർപ്പുണ്ടാക്കാനുള്ള തന്ത്രം ആവിഷ്കരിച്ച കാര്യമാണ്. വളരെ ഫലപ്രദമായൊരു തന്ത്രമായിരുന്നു അത്. ശത്രുക്കൾക്കിടയിൽ ആഴത്തിലുള്ള വിള്ളലുണ്ടാക്കി അവരെ ഈ പോരാട്ടത്തിന് മുതിരുന്നതിന് പോലും ധൈര്യമില്ലാത്തവരാക്കി മാറ്റിയ ഒരു നടപടിയായിരുന്നു. നമ്മൾ അതിന്റെ വിശദാംശങ്ങൾ കാണുകയുണ്ടായി. ആ ഘട്ടത്തിൽ തന്നെ ഇസ്ലാം സ്വീകരിക്കാൻ നഈം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന് ഒരു സാഹചര്യം ഉണ്ടാവുന്നത്, ഒരു പ്രേരണ ഉണ്ടാവുന്നതൊക്കെ തന്നെ ദൈവികമായ വളരെ ശ്രദ്ധേയമായ സഹായങ്ങൾ തന്നെയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊന്ന്, ഈ ഘട്ടത്തില് ഉപരോധം നീണ്ടുപോയി അത് തുടരാൻ കഴിയില്ല എന്നൊരവസ്ഥ എത്തി നിൽക്കുന്ന സന്ദർഭത്തിൽ തന്നെ അതിശക്തമായ ചരൽക്കാറ്റും പ്രകൃതിക്ഷോഭവും ഉണ്ടായപ്പോ നിവൃത്തിയില്ലാതായിട്ടാണ് ഈ സഖ്യകക്ഷികളുടെ വിവിധ വിഭാഗങ്ങള് അവരുടെ യുദ്ധത്തമ്പുകളൊക്കെ കാറ്റിൽ പാറിപ്പോയി, അവരുടെ വിഭവങ്ങളൊക്കെ പലതും നഷ്ടമായി, ആകെ ചിന്നിച്ചിതറിയ അവസ്ഥയിൽ വേഗം നാട്ടിലേക്ക് മടങ്ങാം എന്ന തീരുമാനത്തിലേക്ക് അവര് എത്തുന്നതൊക്കെ. ഇതിലൊക്കെ തന്നെയും വളരെ പ്രകടമായി അള്ളാഹുവിന്റെ സഹായം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ യുദ്ധം അതിന്റെ പടയൊരുക്കങ്ങളൊക്കെ നടത്തി, അതിന്റെ ആരവം ഒക്കെ ഉണ്ടായി, എല്ലാ നിലക്കുമുള്ള അതിന്റെ സംഘർഷഭരിതമായ അവസ്ഥ സംജാതമായി വന്നു എന്നതല്ലാതെ ഏറ്റുമുട്ടലുണ്ടായിട്ടില്ല. ആരും കൊല്ലപ്പെടുകയോ രക്തം ചിന്തുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇതാണ്. പക്ഷെ അതിൽ അവസാനിച്ചിട്ടില്ല. യുദ്ധത്തിന്റെ ഒരു വലിയൊരു ബാക്കി പത്രം അവശേഷിക്കുകയാണ്. പുറം നാടുകളിൽ നിന്ന് വന്ന യുദ്ധത്തിനു വേണ്ടി വന്ന ആളുകളെ നമ്മൾ മനസ്സിലാക്കി. ഖുറൈശികളും അവരെ പിന്തുണച്ചുകൊണ്ട് വന്ന ചുറ്റുപാടുള്ള പല ഗോത്രങ്ങളും. ആ ഗോത്രങ്ങളൊന്നും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കരാറുള്ള കൂട്ടരല്ല. മദീനയുമായി എന്തെങ്കിലും കരാറോ സന്ധിയോ എന്നുള്ള കൂട്ടരല്ല. ഖുറൈശികളെ പിന്തുണച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും മദീനയിലെ പുതിയ സംവിധാനങ്ങളെയൊക്കെ തകർത്തു കളയാൻ വേണ്ടി ഐക്യപ്പെട്ട് കൈകോർത്ത് സംഘടിച്ചു വന്ന കൂട്ടരാണ്. അതുപോലെ നജിദ് ഭാഗത്ത് നിന്ന്, ഇന്നത്തെ റിയാദിന്റെ ആ മേഖലയിൽ നിന്ന് വന്ന ഗത്ഫാൻ, അസ്ജർ പോലെയുള്ള ഗോത്രങ്ങള്, അതിലെ ആളുകള് അവരും യഥാർത്ഥത്തില് വലിയ അരാജകത്വം ഉണ്ടാക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന കേന്ദ്രമാക്കിക്കൊണ്ടുള്ള
ആ ഘടനയെ തകർക്കാനും ഒക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് വന്ന ആളുകളാണ്. ഇവരൊക്കെ തന്നെ മദീനക്ക് വെളിയിലുള്ള ആളുകളാണ്. അവരുടെ കാര്യത്തില് സ്വാഭാവികമായിട്ടും യുദ്ധം കൊണ്ടോ അല്ലെങ്കിൽ സംഭാഷണത്തിലൂടെയോ തീരുമാനങ്ങളാവുക എന്നതേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ അങ്ങനെയല്ല ബനു ഖുറൈള ഗോത്രത്തിന്റെ കാര്യം. നേരത്തെ നഈം ഇബ്നു മസ്ഊദിന്റെ പ്രേരണയിൽ നഈം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇടപെട്ടുകൊണ്ട് അവരെ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തിയിട്ട് ഈ ഖുറൈശികളുടെയും ഗത്ഫാൻകാരുടെയും ഒക്കെ പ്രമാണിമാരില് ഒരു സംഘത്തിനെ തങ്ങൾക്ക് ജാമ്യത്തടവുകാരായിട്ട് തങ്ങളെ ഏൽപ്പിക്കണം, യുദ്ധം അതിന്റെ പൂർണ്ണതയിൽ അവസാനത്തിലെത്തി പൂർണ്ണമായിട്ട് മുസ്ലിങ്ങളെ പരാജയപ്പെടുത്തിയതിന് ശേഷം മാത്രമേ അവരെ വിട്ടയക്കുള്ളൂ എന്നൊക്കെയുള്ള ഒരു നിർദ്ദേശമൊക്കെ അവർ മുന്നോട്ട് വെച്ചതിന്റെ കാരണം മദീനയിലും മദീനയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിലുള്ള ആ രാഷ്ട്ര സംവിധാനവുമായിട്ട് ആ ഭരണകൂടവുമായിട്ട് കരാറിലായിരുന്നു ബനൂ ഖുറൈള ഗോത്രം എന്നത്. ഈ കരാറ് ലംഘിച്ചുകൊണ്ടാണ് അവര് ശത്രുക്കളോടൊപ്പം ചേർന്നിട്ടുള്ളതും ശത്രുക്കളെ സഹായിക്കാൻ മുതിർന്നിട്ടുള്ളതും ഒക്കെ തന്നെ. അപ്പോ ആ ഒരു സാധ്യത മുതലെടുത്തുകൊണ്ടാണ് നഈം ഇബ്നു മസ്ഊദ് ഒരു തന്ത്രം പ്രയോഗിക്കുകയും ആ തന്ത്രം നന്നായി ഫലിക്കുകയൊക്കെ ചെയ്തത്. പക്ഷെ അവര് ഈ കരാറ് ലംഘിച്ചുകൊണ്ട് ശത്രുക്കളെ സഹായിക്കാൻ സന്നദ്ധരായി, കരാറ് നിലനിൽക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരാറ് കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള നിലപാട് സ്വീകരിക്കുകയും ശത്രുക്കളെ സഹായിക്കാൻ വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്യുകയും ചെയ്ത കാര്യം അവിടെ നിലനിൽക്കുകയാണ്. മദീനയുടെ സാമൂഹ്യ രാഷ്ട്രീയ ക്രമത്തെ തകർക്കാൻ അകത്ത് നിന്ന് തന്നെ ശത്രുക്കളെ പിന്തുണക്കുന്ന ഒരു നിലപാടാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അത് വലിയൊരു കുറ്റമാണ്, യുദ്ധക്കുറ്റമാണ്, രാജ്യദ്രോഹപരമായ ഒരു കാര്യമാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. സമാനമായ യുദ്ധക്കുറ്റങ്ങൾ ചെയ്ത രണ്ട് യഹൂദ ഗോത്രങ്ങൾ നേരത്തെ അവിടെ നിന്ന് നാടുകടത്തപ്പെട്ടിട്ടുണ്ടായിരുന്നു. ബനു നദീറുകാരും അതുപോലെ ബനു ഖൈനുഖാകാരും. ഈ രണ്ട് ഗോത്രങ്ങൾ, യഹൂദ ഗോത്രങ്ങള് മദീനയിൽ നിന്ന് നേരത്തെ പുറത്താക്കപ്പെട്ടതാണ്. അപ്പോ ആ ഒരു മുൻ അനുഭവം ഇവരുടെ മുന്നിലുണ്ട്. എന്നിട്ടും അവര് മുസ്ലിം സമൂഹത്തെ വഞ്ചിക്കാനും ഒറ്റുകൊടുക്കാനും ശത്രുക്കളെ സഹായിക്കാനും ഒക്കെ മുതിർന്നു എന്നത് ഒരു കടുത്ത അക്രമമായിട്ട് മാത്രമേ ഏത് മൂല്യവ്യവസ്ഥ വെച്ചുകൊണ്ടും വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കിടങ്ങ് പ്രദേശത്ത് യുദ്ധത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പോടുകൂടി നിന്ന ആ അവസ്ഥയിൽ നിന്ന് ശത്രുക്കളൊക്കെ പിരിഞ്ഞു പോയി എന്നത് മനസ്സിലാക്കിയപ്പോ ആ ചരൽക്കാറ്റ് ശക്തമായി ആഞ്ഞടിച്ച ആ രാത്രിക്ക് ശേഷം പിറ്റേന്ന് കാലത്ത് ഈ എല്ലാവരും രംഗം വിട്ടത് കണ്ടതിനെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സൈനികരും അവിടുന്ന് വീടുകളിലേക്ക് മടങ്ങുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തി, സ്വന്തം വീട്ടിലെത്തിയതിനു ശേഷം ഏകദേശം ഉച്ച സമയമാകുമ്പോൾ, ളുഹറിന്റെ സമയമാകുന്ന ഘട്ടത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ മുഖേന ഒരു അറിയിപ്പ് ലഭിക്കുന്നത്. ആയുധം വെച്ച് യുദ്ധം അവസാനിപ്പിക്കാൻ ആയിട്ടില്ല, ബനൂ ഖുറൈള ഗോത്രക്കാര് എന്ന ആ വലിയ പ്രശ്നം യുദ്ധത്തിന്റെ ബാക്കി പത്രമായിട്ട് അവശേഷിക്കുന്നുണ്ട്. ഉടനെ തന്നെ അവരുടെ കാര്യത്തിൽ ഒരു നടപടി ഉണ്ടാവണം എന്നതായിരുന്നു നിർദ്ദേശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ തന്നെ അനുയായികളോടായിട്ട് പറയുകയുണ്ടായത്, കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യാൻ ഒരുക്കമുള്ള എല്ലാവരും തന്നെ പുറപ്പെടണം. ബനൂ ഖുറൈളക്കാരുടെ അടുക്കൽ എത്തുന്നതിന് മുമ്പായിട്ട് അസ്ർ നിസ്കാരം നിർവഹിക്കാൻ പാടില്ല എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ നിർദ്ദേശം. അപ്പോ അത് എത്ര കൃത്യമായിട്ട് സമയബന്ധിതമായിട്ട് നിർവഹിക്കപ്പെടേണ്ട ഒരു നിർദ്ദേശമാണ് എന്നതാണ് അത് സൂചിപ്പിക്കുന്നത്. 2-3 മണിക്കൂറുകൾക്കുള്ളിലായിട്ട് ബനൂ ഖുറൈളയുടെ അധിവാസ കേന്ദ്രങ്ങളിലേക്ക് സൈനികരൊക്കെയും തന്നെ ചെന്ന് ചേരണം എന്നതാണ് നിർദ്ദേശം. അങ്ങനെ അവരൊക്കെയും തന്നെ അതിന്റെ മുന്നോടിയായിട്ട് അലി റളിയല്ലാഹു അൻഹുവിനെ
ഒരു പതാകയുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയച്ചു. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു പതാകയും ഏന്തി, മുസ്ലിം പക്ഷത്തിന്റെ പതാകയും ഏന്തി ഈ ബനൂ ഖുറൈളക്കാരുടെ താമസ സ്ഥലങ്ങളുടെ അടുക്കലെത്തിയപ്പോ അവിടെ ഉള്ള ബനൂ ഖുറൈള ഗോത്രത്തിലെ യഹൂദര് എല്ലാവരും തന്നെ അവരുടെ കോട്ടകളിൽ കയറി ഒളിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് കോട്ടയുടെ കവാടം അടച്ചു കളഞ്ഞു. അപ്പോ നമുക്ക് ഈ കാലഘട്ടത്തിലും ചില കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് വായിച്ചെടുക്കാനും മനസ്സിലാക്കാനും ഒക്കെ ഉണ്ട്. യഹൂദരുടെ പണ്ടേയുള്ള ഒരു നടപടി ഈ വിധത്തില് കോട്ടകൾ കെട്ടി അതിനകത്ത് സുരക്ഷിതരായി കഴിയുക എന്നതാണ്. ഇപ്പോഴും ഇസ്രായേലില് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വലിയ മതില് കെട്ടിയിട്ട് ഫലസ്തീനികളെ പൂർണ്ണമായിട്ട് അകറ്റുന്ന, അവർക്ക് ഒന്ന് ശ്വാസം അയക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ ഇടുക്കമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അവരിപ്പോഴും ചെയ്യുന്നത്. ഇപ്പോഴും അവര് ബങ്കറുകൾ ഉണ്ടാക്കിയിട്ട് അതിന് അകത്ത് സുരക്ഷിതരായി കഴിയാമെന്ന ഒരു വ്യാമോഹത്തിലോ അല്ലെങ്കിൽ മൂഢധാരണയിലോ ഒക്കെയാണുള്ളത്. അതേപോലെ തന്നെയാണ് പണ്ടും അവര് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബനൂ ഖുറൈളക്കാരുടെ ഒരു നടപടി അങ്ങനെയായിരുന്നു. വലിയ കോട്ടകളിലായിട്ടാണ് അവർ വസിക്കുന്നത്, ഫോർട്ടിഫൈ ചെയ്ത പ്രദേശത്തിനകത്തായിട്ട്. അപ്പൊ അതിനകം വളരെ സുരക്ഷിതമായിരിക്കും എന്ന ഒരു കണക്കുകൂട്ടലാണ് അവർക്കുള്ളത്. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു പതാകയും ഏന്തി അവിടെ എത്തിയപ്പോ ബനൂ ഖുറൈളക്കാരൊക്കെയും തന്നെ അവരുടെ കോട്ടക്കകത്ത് കയറി ഒളിക്കുകയും കോട്ട കവാടം അടയ്ക്കുകയാണ് ചെയ്തത്. അവര് കരുതിയത് ഇത് അലി റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയച്ചിട്ടുള്ളത് തങ്ങളെ ഒന്ന് ഭയപ്പെടുത്താൻ വേണ്ടി മാത്രമായിരിക്കും എന്നതാണ്. അപ്പോ അതിനപ്പുറത്തേക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ ഇടയില്ല എന്ന ഒരു നിലപാടാണ്, അല്ലെങ്കിൽ എന്നൊരു കണക്കുകൂട്ടലാണ് അവർക്ക് ഉണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും മുസ്ലിങ്ങളെയും അവര് കോട്ടക്കകത്ത് നിന്ന് തെറി വിളിക്കുകയും അധിക്ഷേപിക്കുകയും ബത്സിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ ഇവര് യുദ്ധസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള കരാർ ലംഘിച്ച, പരസ്യമായി ശത്രുക്കളെ സഹായിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളുകളാണ്. മദീനയെ അപകടപ്പെടുത്തുക എന്ന കാര്യത്തില് അവര് നിർലജ്ജം മറ്റ് ശത്രുക്കളുമായി കൈകോർക്കുക ആണ് ഉണ്ടായത് എന്നത് വളരെ വ്യക്തമാണ്. അപ്പോ അലി റളിയല്ലാഹു അൻഹുവിനെ ആദ്യം പറഞ്ഞയച്ചതിനെ തുടർന്ന് വൈകാതെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും സൈനികര് എല്ലാവരും തന്നെ അവിടെ എത്തി ബനൂ ഖുറൈള ഗോത്രത്തിന്റെ കോട്ട ഉപരോധിക്കുകയാണ്. അത് നീണ്ടുപോയ ഒരു ഉപരോധമാണ്. കോട്ടക്കകത്തുള്ള ബനൂ ഖുറൈളക്കാര് വല്ലാതെ ആശങ്കയിലായി പോയ ഒരു നടപടിയായിരുന്നു അത്. 2-3 ആഴ്ച നീണ്ടുനിന്ന ഈ ഉപരോധം പക്ഷെ അതിജീവിക്കാൻ അല്ലെങ്കിൽ തുടർന്നു പോകാൻ അവർക്ക് കഴിയാത്തൊരവസ്ഥ വന്നു. ഭക്ഷ്യവിഭവങ്ങളും അതുപോലെയുള്ള സംഗതികളൊക്കെ അവർക്ക് ആവശ്യമായ ഒരു അവസ്ഥയായി. നിവൃത്തിയില്ലാത്ത ഒരു ഘട്ടമെത്തിയപ്പോ അവര് ഉപാധിയോടുകൂടി കീഴടങ്ങാൻ സന്നദ്ധരായി. അതാണ് സംഭവിച്ചത്. അപ്പൊ ഉപാധി വ്യവസ്ഥയായിട്ട് ബനൂ ഖുറൈള ഗോത്രക്കാര് തന്നെ മുന്നോട്ട് വെച്ച വ്യവസ്ഥ, ഔസ് ഗോത്ര നായകനായ തലവനായ സഅദ് ബിൻ മുആദിനെ അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ ഏൽപ്പിക്കുക എന്നതാണ്. സഅദ് ബിൻ മുആദ് ഔസ് ഗോത്രക്കാരനായിരുന്ന അൻസാറാണ്, മുസ്ലിമാണ്. മുസ്ലിം സമൂഹത്തിലെ ഈ ഔസ് ഗോത്രക്കാരനായ സഅദ് ബിൻ മുആദിനെ തങ്ങളുടെ കാര്യത്തില് ഒരു തീരുമാനമെടുക്കാൻ, അദ്ദേഹം എന്ത് തീരുമാനം എടുക്കുകയാണെങ്കിലും തങ്ങൾ അംഗീകരിക്കും എന്ന ഒരു ഉറപ്പോടു കൂടിയാണ് അവർ ഈ വ്യവസ്ഥ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. സഅദ് ബിൻ മുആദിനെ അവര് സജസ്റ്റ് ചെയ്യുന്നതിന്റെ ഒരു കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വരുന്നതിന്റെ മുമ്പ് ഈ ഔസ് ഗോത്രക്കാരും അതിന്റെ വിശേഷിച്ച തലവന്മാരും ഒക്കെ തന്നെ ഈ ബനൂ ഖുറൈളക്കാരുമായി വലിയ അടുപ്പത്തിലായിരുന്നു. അവര് തമ്മിൽ സന്ധിയും ഉടമ്പടിയും ഒക്കെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അവര് സമാധാനപരമായ ബന്ധത്തിലാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഔസ് ഗോത്രക്കാര് തങ്ങളെ രക്ഷിക്കും എന്ന ഒരു
തെറ്റായ വിശ്വാസമാണ് അവർക്കുണ്ടായിരുന്നത്. ഔസ് ഗോത്രക്കാര് പഴയ ഔസും ഖസ്റജുമായുള്ള പോരാട്ടത്തിന്റെയോ വൈരത്തിന്റെയോ ഒരു കാലത്തിലല്ല ഉള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിന് ശേഷം അവരിൽ എല്ലാവരും തന്നെ ഭൂരിപക്ഷം പേരും ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവരെ രണ്ട് ഗോത്രങ്ങളെയും ഇസ്ലാം വളരെ വലിയ വ്യാപ്തിയുള്ള നിലക്ക് ആഴത്തിൽ തന്നെ സ്വാധീനിക്കുകയും അവരെ സംസ്കരിച്ചെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പഴയ ഗോത്രവൈരങ്ങളുടെ ആളുകളായിട്ടല്ല അവര് പിന്നീട് ഉണ്ടായിരുന്നത് എന്നതാണ് വസ്തുത. പക്ഷെ ഔസ് ഗോത്രത്തലവനെ ഈ സഅദ് ബിൻ മുആദിനെ മനസ്സിലാക്കുന്നതില് അവരിലെ ഇസ്ലാം ഉണ്ടാക്കിയ പരിവർത്തനത്തെ കുറിച്ച് മനസ്സിലാക്കുന്നതിനൊന്നും ഈ യഹൂദ ഗോത്രത്തിന്റെ ആളുകൾക്ക് സാധിച്ചില്ല എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം. ഈ സഅദ് ബിൻ മുആദ് ഇടപെട്ടുകൊണ്ട് അവരുടെ കാര്യത്തിൽ ഒരു തീർപ്പ് കൽപ്പിക്കണം, അത് എന്ത് തീരുമാനമാണെങ്കിലും തങ്ങൾ അംഗീകരിക്കും എന്നതാണ് അവര് മുന്നോട്ട് വെച്ച കീഴടങ്ങുന്നതിനുള്ള ഒരു ഉപാധിയായിട്ട് വ്യവസ്ഥയായിട്ട് മുന്നോട്ട് വെച്ച സംഗതി. അപ്പോ ജാഹിലിയ കാലത്ത് അവർ തമ്മിലുണ്ടായിരുന്ന ആ ബന്ധമാണ് അതിന്റെ ഒരു കാരണം എന്നത് ഞാൻ സൂചിപ്പിച്ചുവല്ലോ. അപ്പോ ഈ ഒരു പഴയ ബന്ധം പരിഗണിച്ചുകൊണ്ട് അവർക്ക് അവരോട് അനുഭാവപൂർവമായ ഒരു നിലപാട് ആയിരിക്കും ഉണ്ടാവുക എന്നാണ് അവര് കരുതിയത്. പരമാവധി അവര് നാട് കടത്തപ്പെടുക മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് അവര് കണക്കുകൂട്ടിയത്. നേരത്തെ ബനു നളീർ ഗോത്രക്കാരും ബനു ഖൈനുഖ ഗോത്രക്കാരും ഒക്കെ നാട് കടത്തപ്പെട്ട പോലെ തങ്ങളും നാട് കടത്തപ്പെടാൻ സാധ്യതയുണ്ട് എന്നതായിരുന്നു അവരുടെ കണക്കുകൂട്ടല്. അപ്പോ എന്തായാലും ഔസ് ഗോത്രക്കാരുടെ വേറെയും അംഗങ്ങള് സഅദ് ബിൻ മുആദിന്റെ അടുക്കൽ വന്നിട്ട് ഇവർക്ക് വേണ്ടി ഇടപെട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവരോട് അനുഭാവപൂർവമായ ഒരു നിലപാട് സ്വീകരിക്കണം എന്നൊക്കെ സഹാബിമാരിൽപ്പെട്ട ഔസ് ഗോത്രക്കാർ തന്നെ ഇദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന് ശുപാർശ നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. കാര്യങ്ങള് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു വളരെ സൂക്ഷ്മമായിട്ട് പഠിച്ച് വിലയിരുത്തി ഉൾക്കൊണ്ടതിന് ശേഷമാണ് ഒരു തീരുമാനം എടുത്തത്. അദ്ദേഹം പരിഗണിച്ച വിഷയങ്ങള് ഒന്ന്, നേരത്തെ ഇതുപോലെ വഞ്ചന ചെയ്ത, രാജ്യദ്രോഹം ചെയ്ത യഹൂദ ഗോത്രങ്ങള് നാട് കടത്തപ്പെട്ടതിന് ശേഷം അവരെന്തൊക്കെയാണ് ചെയ്തത് എന്നതാണ് വിലയിരുത്തിയ ഒരു കാര്യം. അതില് നമുക്ക് നേരത്തെ മനസ്സിലാക്കിയ പോലെ ബനു നളീർ ഗോത്രത്തിന്റെ തലവൻ ഹുയയ്യ് ഇബ്നു അഖ്തബ് ആണ് ഈ അഹ്സാബ് യുദ്ധത്തിന് വേണ്ട സകല കരുനീക്കങ്ങളും നടത്തുകയുണ്ടായത് എന്നത് വ്യക്തമാണല്ലോ. ഗോത്രങ്ങളുടെ എല്ലാ തലവന്മാരെ പോയി കണ്ട് മുസ്ലിങ്ങളെ ഒന്നടങ്കം ആക്രമിച്ച് തുരത്തി കളയാൻ അല്ലെങ്കിൽ നാമാവശേഷമാക്കാനുള്ള ഒരു ഒരുക്കം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം എല്ലാ കരുനീക്കങ്ങളും നടത്തുകയുണ്ടായത്. മദീനയിൽ നിന്ന് നാട് കടത്തപ്പെട്ടതിന് ശേഷവും അവരുടെ ഈ ഇസ്ലാം വിരോധവും അതുപോലെ ശത്രുതാപരമായ നിലപാടും സാധിക്കുന്ന വിധത്തിലൊക്കെ മുസ്ലിങ്ങളെ തറപറ്റിക്കാൻ വേണ്ട വഞ്ചനാത്മകമായ നടപടികളൊക്കെയാണ് അദ്ദേഹം അതുപോലെ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ പിന്തുടർന്നു പോന്നിരുന്നത്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അങ്ങനെയാണല്ലോ ഈ ഹുയയ്യ് ഇബ്നു അഖ്തബ് അയാളുടെ ശ്രമഫലമായിട്ട് 12,000-ലേറെ പടയാളികൾ വരുന്ന ഒരു വലിയ സൈന്യം ഒരുക്കി ഈ ഖന്തഖ് യുദ്ധത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നത്. അപ്പോ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് സഅദ് ബിൻ മുആദ് ഒരു തീരുമാനം എടുക്കുകയാണ്. ഇവരെ നാട് കടത്തുകയാണെങ്കിൽ ഇവരും മുസ്ലിങ്ങൾക്ക് വലിയ ഭീഷണിയായിട്ട് മാറും. ഇവരും ചതിയന്മാരായിട്ട് തന്നെയാണ് തുടർന്ന് ശത്രുക്കളെ സഹായിച്ചുകൊണ്ട് തങ്ങൾക്കെതിരിലുള്ള പടനീക്കം നടത്തിക്കൊണ്ട് തന്നെയായിരിക്കും പിന്നീട് പ്രതികരിക്കുക. ഈ ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തില് അദ്ദേഹത്തിന്റെ ഇക്കാര്യത്തിലുള്ള നിർദ്ദേശം ഇതായിരുന്നു: ബനു ഖുറൈള ഗോത്രത്തിലെ പുരുഷന്മാരെ മുഴുവനും കൊന്നുകളയുകയും അവരെ സ്ത്രീകളെയും കുട്ടികളെയും തടവുകാരായിട്ട്, യുദ്ധ തടവുകാരായിട്ട് പിടികൂടുകയും ചെയ്യുക എന്നതായിരുന്നു തീരുമാനം. ബനു ഖുറൈളക്കാരുടെ സ്വത്തുവകകളൊക്കെയും കണ്ടുകെട്ടുകയും അത് യുദ്ധമുതലുകളായിട്ട് മുസ്ലിങ്ങൾക്കിടയിൽ വീതിക്കപ്പെടുകയും ചെയ്യുക എന്നതായിരുന്നു സഅദ് ബിൻ മുആദ് നടത്തിയ നിർദ്ദേശം.
ഈ കാര്യമാണ് തുടർന്ന് നടപ്പാക്കപ്പെടുന്നത്. അവര് മുസ്ലിം പടയാളികള് കോട്ടക്കകത്ത് ഇടിച്ചു കയറി അവിടെ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ അവര് നിരീക്ഷിച്ചു. അപ്പോൾ കണ്ടെത്തിയ സംഗതി യഥാർത്ഥത്തില് ഈ സഖ്യകക്ഷികൾ മുസ്ലിങ്ങളെ ഒരു ഭാഗത്ത് നിന്ന് ആക്രമിക്കുകയാണെങ്കിൽ മറുഭാഗത്ത് നിന്ന് മുസ്ലിങ്ങളെ പിന്നാമ്പുറത്തു നിന്ന് ആക്രമിക്കാൻ വേണ്ടിയുള്ള സകല ഒരുക്കങ്ങളും ബനൂ ഖുറൈള ഗോത്രക്കാരവിടെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു എന്നതാണ്. 1500 വാളുകളും 300 പടയങ്കികളും 2000-ഓളം കുന്തം സ്പിയർ ആയുധം, അതുപോലെ 1500 പരിചകളുമാണ് അവർക്ക് അവിടുന്ന് കണ്ടെടുക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ യുദ്ധത്തിനുള്ള സന്നാഹം ഒരുക്കുക എന്ന നിലക്ക് തന്നെ ചെയ്തിട്ടുള്ളതാണ് ഇത് എന്നത് വളരെ വ്യക്തമായിരുന്നു. അപ്പോ അഹ്സാബുകാര് ഈ കിടങ്ങ് ചാടിക്കടന്നോ മറ്റോ ഇക്കരക്ക് എത്തിയിട്ട് മുസ്ലിങ്ങളെ ആക്രമിക്കാൻ ഒരുങ്ങുമ്പോ മറുഭാഗത്ത് നിന്ന് ബനൂ ഖുറൈളയുടെ ആളുകള് ഈ ആയുധങ്ങളൊക്കെ ഉപയോഗിച്ച് പിൻഭാഗത്ത് നിന്ന് ആക്രമിക്കുക എന്നതായിരുന്നു അവരുടെ പദ്ധതി. എന്നാലും അങ്ങനെ ഒരു സംഗതി ഉണ്ടായിട്ടില്ല. അള്ളാഹു മുസ്ലിം സംഘത്തെ രക്ഷപ്പെടുത്തുകയാണ് ഉണ്ടായത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. അപ്പോ സഅദ് ഇബ്നു മുആദിന്റെ തീരുമാനം തന്നെയായിരുന്നു ശരിയായത് എന്ന കാര്യം മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന പല തെളിവുകളുമാണ് അതിനെ തുടർന്ന് അവർക്ക് ഉണ്ടാവുന്നത്. അങ്ങനെ ബനൂ ഖുറൈളക്കാരെ അങ്ങനെയാണ് കൈകാര്യം ചെയ്ത് അവസാനിപ്പിക്കുന്നത്. യഥാർത്ഥത്തില് അത് ബനൂ ഖുറൈള യുദ്ധം എന്ന പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. അതൊരു യുദ്ധ നടപടിയായിട്ടാണ് ഇസ്ലാം അതിനെ നടപ്പിലാക്കിയിട്ടുള്ളത് എന്നത് കാണാൻ സാധിക്കും. ഇതാണ് ഈ സൂറത്തിന്റെ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ശ്രദ്ധ പതിയേണ്ട മറ്റൊരു സുപ്രധാനമായ സംഭവം. അഹ്സാബ് യുദ്ധം പോലെ അതിന്റെ ഒരു എക്സ്റ്റൻഷനായി, അതിന്റെ ഒരു തുടർച്ചയായിട്ടുള്ള ഒരു സൈനിക നടപടി എന്നത് ഈ ബനൂ ഖുറൈള ഗോത്രക്കാരെ എങ്ങനെ, അവർക്കെതിരിൽ എന്ത് നടപടി സ്വീകരിച്ചു, എങ്ങനെ അത് നടപ്പിലാക്കി എന്നതാണ്. പിന്നെ ഈ സൂറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ട വേറെയും ഒരുപാട് വിഷയങ്ങൾ വരുന്നുണ്ട്. 73 ആയത്തുകളെ ഉള്ളുവെങ്കിലും ഒരുപക്ഷെ സൂറത്തുൽ ബഖറയിൽ കൈകാര്യം ചെയ്യപ്പെടുന്നതിനേക്കാളേറെ വിഷയങ്ങൾ ഈ സൂറത്തിൽ വരുന്നുണ്ട്. അതില് ശ്രദ്ധേയമായ ചില നിയമനിർമ്മാണം, അതുപോലെ ചില ദൈവിക നിർദ്ദേശങ്ങൾ, ഇതൊക്കെ ഈ സാഹചര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കി വെക്കൽ വളരെ അനിവാര്യമാണ് ഈ സൂറത്തിന്റെ ഉള്ളടക്കം വേണ്ട വിധത്തിൽ മനസ്സിലാക്കാൻ. അപ്പോ ഉഹദ് യുദ്ധം കഴിഞ്ഞ് അഹ്സാബ് യുദ്ധം വരെയുള്ള ഏകദേശം 2 വർഷത്തെ ആ കാലം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം വളരെ ടേർബുലന്റ് ആയ, വളരെ സങ്കീർണതയുള്ള ഒരു കാലമായിരുന്നു. നിരന്തരം സൈനിക നടപടികളും ഭീഷണികൾ നേരിടുന്ന അതുപോലെ ഒട്ടും വിശ്രമമോ അല്ലെങ്കിൽ ഒരു സമാധാന അന്തരീക്ഷമോ നിലനിന്നിട്ടില്ലാത്ത ഒരു വളരെ സംഘർഷഭരിതമായ ഒരു കാലമായിരുന്നു അത്. അപ്പോ ഈ കാലത്ത് തന്നെ സമാന്തരമായി ചില ദൈവിക നടപടികൾ ഉണ്ടാവുന്നുണ്ട്. അത് മുസ്ലിം സമൂഹത്തെ ഇസ്ലാമിക മൂല്യങ്ങളുടെയും അതുപോലെ ഇസ്ലാമിക നിയമങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ സംസ്കരിച്ചെടുക്കുക എന്നതായിരുന്നു. ബഹുഭൂരിപക്ഷം ആളുകളും മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം വന്നു ചേർന്ന ഇസ്ലാമിലേക്ക് കടന്നു വന്ന തദ്ദേശീയരും ഒക്കെയായ ആളുകളൊക്കെ ഇസ്ലാമിലേക്ക് വളരെ സമീപകാലത്ത് വന്ന ആളുകളാണല്ലോ. അപ്പൊ അവരെ സംസ്കരിച്ച് അവർക്ക് ശരിയായ തർബിയത്ത് നൽകി ഉയർത്തിക്കൊണ്ടുവരിക എന്നത് ഒരു ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു മേഖലയും വിഷയവും തന്നെയായിരുന്നു. വിശുദ്ധ ഖുർആനില് ഈ സൂറത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് നൽകപ്പെട്ട പല നിർദ്ദേശങ്ങളും ഈ ആവശ്യത്തിന് ഉള്ളതാണ് എന്നത് കാണാൻ കഴിയും. വിവാഹമോചനം, അതുപോലെ ഇങ്ങനെയുള്ള സംഗതികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ദൈവിക നിയമങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നത് ഈ ഘട്ടത്തിലാണ്. ഈ സൂറത്തിൽ അതിന്റെ ചില അംശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും.
അതുപോലെ ദായധന നിയമം അഥവാ അനന്തരാവകാശ സ്വത്ത് കൈകാര്യം ചെയ്യേണ്ട നിയമങ്ങൾ നേരത്തെ സൂറത്തുൽ നിസാഇൽ നൽകപ്പെട്ട ആ സംഗതികൾ അത് ഈ ഒരു ഘട്ടത്തിലാണ് ഈ ഉഹദ് യുദ്ധത്തിനും അഹ്സാബ് യുദ്ധത്തിനും ഇടക്കുള്ള ഒരു കാലത്താണ് ഈ നിയമങ്ങൾ മിക്കതും പഠിപ്പിക്കപ്പെടുകയുണ്ടായത്. അതുപോലെ മദ്യം, ചൂതാട്ടം പോലെയുള്ള സംഗതികൾ നിഷിദ്ധമാക്കപ്പെട്ടത് ഈ സംസ്കരണ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ്. അതുപോലെ വേറെ വളരെ സങ്കീർണമായ ഒരു വിഷയമുണ്ടായിരുന്നത് ദത്തുപുത്രന്മാര് അല്ലെങ്കിൽ ദത്തുപുത്രിമാര് എന്നൊരു പ്രതിഭാസമാണ്. അറബികൾക്കിടയിൽ കാലങ്ങളായിട്ട് നിലനിന്നിരുന്ന ഒരു ആചാരം ദത്തുപുത്രന്മാര് സ്വന്തം പുത്രന്മാരെയും പുത്രിമാരെയും പോലെയാണ് എന്നതാണ്. എല്ലാ കാര്യങ്ങളിലും അവര് സ്വന്തം പുത്രന്മാരെയും പുത്രിമാരെയും പോലെ പരിഗണിക്കപ്പെട്ടു എന്നതാണ്. അത് ദായധന അവകാശം, അനന്തരാവകാശം, അതുപോലെ വിവാഹം, വിവാഹമോചനം, രക്തബന്ധം പോലെയുള്ള കാര്യങ്ങളിൽ ഇവര് സ്വന്തം മക്കളെ പോലെ പരിഗണിക്കപ്പെടുന്നു എന്നതാണ് അവര് കാലങ്ങളായിട്ട് ശീലിച്ചു വന്നിരുന്ന ഒരു സംഗതി. എന്നാൽ ദൈവിക വ്യവസ്ഥയിൽ ഇതങ്ങനെ പാടില്ലാത്തൊരു സംഗതിയാണ്. ആരെയും ഏത് അനാഥനെയും സ്വീകരിച്ച് സംരക്ഷിക്കുക എന്നത് മുസ്ലിങ്ങളുടെ ഉത്തരവാദിത്വമായി പഠിപ്പിക്കപ്പെട്ട അതേ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് അവരെ രക്തബന്ധുക്കളിലെ കുടുംബത്തിലെ മക്കളെയും അതുപോലെ പുത്രന്മാരെയും പുത്രിമാരെയും പോലെ പരിഗണിക്കുക എന്നത് ഇസ്ലാം അനുവദിക്കുന്നില്ല. അവരോട് ആ നിലക്കുള്ള അനുകമ്പയും പരിഗണനയും നൽകുന്നതിനല്ല, മറിച്ച് സമ്പത്തിന്റെ അവകാശികളാക്കുന്ന, അനന്തരാവകാശികളാക്കുന്നത്, അതുപോലെ വിവാഹബന്ധം സാധിക്കുന്നത് തുടങ്ങിയിട്ടുള്ള സംഗതികൾ. ഇപ്പോ അവര് ഇപ്പോ ദത്തുപുത്രന്മാരുടെയോ പുത്രിമാരുടെയോ അവരെ ഈ ആരാണോ ദത്തെടുത്തിട്ടുള്ളത് അവരുടെ മക്കൾക്ക് വിവാഹം ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ അവര് സഹോദരിമാര് അല്ലെങ്കിൽ സഹോദരന്മാരായിട്ട് പരിഗണിക്കപ്പെടുമ്പോൾ വിവാഹം പാടില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു ശീലം അവർക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്നു. ഇത് അവസാനിപ്പിക്കാനുള്ള ഒരു നടപടിയാണ് അള്ളാഹുവിടെ സ്വീകരിക്കുന്നത്. ഇതിന്റെ ഒരുപാട് ദൂഷ്യഫലങ്ങൾ ഉണ്ടായിരുന്നു. ഇവരെ സ്വന്തം മക്കളായിട്ട് പരിഗണിക്കപ്പെടുന്നത് കൊണ്ട് അതിന്റെ ഒന്ന്, അള്ളാഹു നിശ്ചയിച്ച അവകാശികളുണ്ട് സമ്പത്തിന്, ദായധനത്തിന്, അനന്തരാവകാശികളായിട്ട് നിശ്ചയിച്ച ആളുകളുണ്ട്. അവർക്ക് അവരുടെ അവകാശം നൽകപ്പെടാതെ പോവുകയാണ് ഇവര് മക്കളായിട്ട് പരിഗണിക്കപ്പെടുമ്പോ. അതാണ് ഒരു വിഷയം. മറ്റൊന്ന്, വിവാഹബന്ധങ്ങള് ഇവര് ഈ പുത്രന്മാരും പുത്രിമാരുമായിട്ട് പരിഗണിക്കപ്പെടുമ്പോ അന്യ വ്യക്തികള് എന്നുള്ള നിലക്കുള്ള വിവാഹബന്ധ സാധ്യത ഇല്ലാതാവുകയാണ്. വേറെ ഒന്ന്, ഈ രക്തബന്ധുക്കളല്ലാതെ അടുത്ത ആളുകൾ, വിവാഹം നിഷിദ്ധമായ ആളുകളല്ലാത്ത ആളുകളാണ് യഥാർത്ഥത്തിൽ ഇവര്. പക്ഷെ അവര് കുടുംബങ്ങളില് വളരെ അടുത്ത് ഇടപഴകുന്ന കുടുംബാംഗങ്ങളുടെ ഒരു സ്റ്റേറ്റസിൽ വരുമ്പോൾ അത് കാരണമായുള്ള പല സാംസ്കാരിക ച്യുതിയും ഉടലെടുക്കുന്നുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ സഹോദരനും സഹോദരിയും തമ്മിൽ ഉണ്ടാകുന്ന ഒരു സ്വാതന്ത്ര്യം, അവർക്കിടയിൽ ഉണ്ടാകുന്ന അടുത്തിടപഴകുന്നതിനുള്ള സ്വാതന്ത്ര്യം ഈ ദത്തുപുത്രന്മാർക്കും അതുപോലെ ഈ സ്വന്തം പുത്രന്മാർക്കും അല്ലെങ്കിൽ ദത്തുപുത്രന്മാർക്കും സ്വന്തം പുത്രിമാർക്കും ഇടയിൽ ഉണ്ടായിക്കൂടാ എന്നത് മനസ്സിലാക്കപ്പെടാതെ പോവുകയാണ്. അവിടെ വിവാഹം പാടുള്ള ആളുകളാണ് അവർക്ക് ഇടയില് പരസ്പരം സഹോദരി സഹോദരന്മാരെ പോലെ ഇടപഴകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. പക്ഷെ അവര് സഹോദരി സഹോദരന്മാരല്ലതാണ്. അതുകൊണ്ടുണ്ടാവുന്ന പല സാംസ്കാരിക ച്യുതി, അതുപോലെ ധാർമ്മിക തകർച്ച പോലെയുള്ള വിഷയങ്ങളൊക്കെ ഉടലെടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു സംഗതിക്ക് പരിഹാരമായിട്ട് അള്ളാഹു ഒരു നിയമം നടപ്പിലാക്കുകയാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് തന്നെ അത് പ്രയോഗത്തിൽ കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇത് സംബന്ധമായിട്ട് കാണാൻ സാധിക്കുന്നത്. അപ്പോ അന്യരുടെ മക്കളെ ദത്തെടുക്കല് സംബന്ധമായിട്ടുള്ള വിശുദ്ധ ഖുർആൻ നൽകുന്ന വിധി, അത്
അറബികളുടെ ശീലം സ്വന്തം മക്കളെ പോലെ പുത്രന്മാരെയും പുത്രിമാരെയും പോലെ എല്ലാ കാര്യത്തിലും അതേ സ്റ്റേറ്റസ് നൽകുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത്. അത് ദൈവിക നിയമത്തിന്, ദൈവിക ധർമ്മവ്യവസ്ഥക്ക് എതിരായിട്ട് പഠിപ്പിക്കപ്പെടുകയും അത് നടപ്പിലാക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സംഭവം ഈ സൂറത്തില് പരാമർശിക്കപ്പെടുന്നുണ്ട്. യഥാർത്ഥത്തില് ഈ ദത്തുപുത്രന്മാരുടെ വിഷയം പഠിപ്പിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രത്യേകമായ നടപടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹു നടപ്പിലാക്കുന്നുണ്ട്. അത് നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൈ എടുത്തുകൊണ്ട് നടപ്പിലാക്കിയ ഒരു വിവാഹമായിരുന്നു സെയ്ദ് ഇബ്നുൽ ഹാരിസ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭൃത്യനായിരുന്ന, നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് ദത്തുപുത്രനായി പ്രഖ്യാപിച്ചിരുന്ന ആളാണ് സെയ്ദ് ഇബ്നുൽ ഹാരിസ. അദ്ദേഹത്തിന് സ്വന്തം കുടുംബത്തിലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കസിൻ ആയിരുന്ന സൈനബ് ബിൻത്ത് ജഹ്ഷിനെ വിവാഹം ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വിവാഹം ഫലപ്രദമാവാതെ അവര് തമ്മില് വേണ്ടത്ര ഒരു സ്വരച്ചേർച്ചയില്ലാത്തൊരവസ്ഥ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ആ ബന്ധം അവസാനിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തില് സൈനബ് ബിൻത്ത് ജഹ്ഷും ഈ സെയ്ദ് ഇബ്നുൽ ഹാരിസയും തമ്മില് സാമൂഹ്യമായി വലിയ അന്തരം നിലനിൽക്കുന്നുണ്ടായിരുന്നു. സെയ്ദ് ഇബ്നുൽ ഹാരിസ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹം ഖദീജ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തതിനെ തുടർന്ന് ഖദീജ റളിയല്ലാഹു അൻഹയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു അടിമ ബാലനായിരുന്നു. അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ദാനമായി അല്ലെങ്കിൽ സമ്മാനമായിട്ട് നൽകുകയാണ് ഉണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ദത്തുപുത്രനായിട്ട് അദ്ദേഹത്തെ സ്വീകരിക്കുകയും ചെയ്തു. അത് പരസ്യമായി പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അതില് ഖുർആനിലെ ആയത്തുകളിലൂടെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിർദ്ദേശം നൽകുന്നത്, സൂറത്തുൽ അഹ്സാബിൽ തന്നെയാണ് അത് ആയത്ത് വരുന്നത്. ദത്തുപുത്രന്മാരെ സ്വന്തം പുത്രന്മാരായിട്ട് കാണാൻ പാടില്ല എന്ന നിർദ്ദേശം വരുന്നത്. അതിനെ തുടർന്ന് അദ്ദേഹത്തിന് സെയ്ദ് ഇബ്നുൽ ഹാരിസ, നേരത്തെ സെയ്ദ് ഇബ്നു മുഹമ്മദ് എന്ന് വിളിക്കപ്പെട്ടു പോന്നിരുന്നതാണ്. അത് അവസാനിപ്പിച്ച് സെയ്ദ് ഇബ്നുൽ ഹാരിസ എന്ന പേര്, അദ്ദേഹത്തിന്റെ പിതാവുമായി ചേർത്തുകൊണ്ടുള്ള പേര് തന്നെ നടപ്പിലാക്കപ്പെടുന്ന ഒരു സംഗതിയൊക്കെ ഉണ്ടായി. അതിന് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം കുടുംബത്തിലെ ഒരു സ്ത്രീയെ, സൈനബ് ബിൻത്ത് ജഹ്ഷിനെ അദ്ദേഹത്തിന് വിവാഹം ചെയ്തു കൊടുത്തു എങ്കിലും രണ്ടുപേരുടെയും സാംസ്കാരികമായ അല്ലെങ്കിൽ കുടുംബപരമായ സ്റ്റേറ്റസ് വളരെ വലിയ അന്തരമുള്ളതായിരുന്നു. ആ അന്തരം നിലനിൽക്കുന്ന ഒരവസ്ഥയില് അവർക്ക് മാനസികമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉടലെടുത്തു. അങ്ങനെ സൈനബ് ബിൻത്ത് ജഹ്ഷിന് സെയ്ദ് ഇബ്നുൽ ഹാരിസയിൽ നിന്ന് വിവാഹമോചനം വേണമെന്ന് ആവശ്യപ്പെടുകയും അത് അവസാനം അംഗീകരിക്കപ്പെടുകയൊക്കെയാണ് ചെയ്യുന്നത്. അതിനെ തുടർന്ന് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബ് ബിൻത്ത് ജഹ്ഷിനെ വിവാഹം ചെയ്യണമെന്ന ഒരു കാര്യം വഹീ മുഖേന വിശുദ്ധ ഖുർആനിലെ ആയത്തുകളിൽ തന്നെ പരാമർശിക്കുന്ന വിധത്തിൽ നിർദ്ദേശിക്കപ്പെടുകയാണ്. അത് നടപ്പിലാക്കുന്നതിന് ചില തടസ്സങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ഉണ്ടായിരുന്നു. ഈ 2 വർഷങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സംഘർഷഭരിതമായ ഒരു അവസ്ഥയിലൂടെയായിരുന്നു കടന്നു പോയിട്ടുണ്ടായിരുന്നത് എന്നത് ഒരു കാരണമാണ്. പല യുദ്ധങ്ങളും ഏറ്റുമുട്ടലുകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമായിരുന്നു. മറ്റൊന്ന്, അറബികൾക്കിടയിൽ നിലനിന്നിരുന്ന ദത്തുപുത്രന്മാരുടെ പത്നിമാരുടെ കാര്യത്തിലുള്ള ഒരു നിലപാട്, അത് തിരുത്തുകയാണല്ലോ അള്ളാഹു ഈ നടപടിയിലൂടെ. പക്ഷെ അത് ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരുന്നില്ല ഉണ്ടായിരുന്നത്. ദത്തുപുത്രന്റെ അവരുടെ പത്നിയെ വിവാഹമോചനം ചെയ്തതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിവാഹം ചെയ്യുക എന്ന ഒരു സംഗതി അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ലാത്ത ഒരു കാര്യമായിട്ടാണ് അനുഭവപ്പെട്ടിരുന്നത്.
പക്ഷെ അങ്ങനെ ഒരു ദുരാചാരം നിലനിൽക്കാൻ പാടില്ല എന്നത് അള്ളാഹുവിന്റെ തീരുമാനമായിരുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വഹിയിലൂടെ തന്നെ നിർദ്ദേശം നൽകി നടപ്പിലാക്കുകയാണ് അള്ളാഹു ചെയ്യുന്നത്. അത് നിർവഹിക്കാതെ വൈകിച്ച് നീട്ടിക്കൊണ്ടു പോകുന്നതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ഈ സൂറത്തിൽ ആക്ഷേപിക്കുന്നത് വരെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ഇങ്ങനെയുള്ളൊരു സംഗതി കൂടി ഈ സൂറത്തിൽ ചർച്ചയ്ക്ക് വരുന്നുണ്ട്. ഇത് സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയുമായുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹം നടക്കുന്നത് ഈ അഹ്സാബ് യുദ്ധത്തിന്റെ ഘട്ടത്തിലാണ്. അത് നിർദ്ദേശമുണ്ടായതിന് ശേഷം കുറച്ച് വൈകിട്ടാണ് നടപ്പിലാക്കപ്പെടുന്നത് എന്നതും ശ്രദ്ധേയമാണ്. അപ്പോ ഈ സൂറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇനിയും കുറച്ച് വിശദാംശങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു സെഷൻ കൂടി ഇതിന്റെ ഈ പശ്ചാത്തല പഠനം എന്ന നിലക്ക് നമുക്ക് ചെലവഴിക്കാം. ഈ സൂറത്തിന്റെ പഠനം അതിനെ തുടർന്ന് മറ്റന്നാള് ആയത്തുകളുടെ പഠനം ആരംഭിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.